ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന അനി നന്ദുവിനെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് അവന്തിക വരുന്നത്. അവന്തിക കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദുവിനോട് പതുക്കെ അനി പറഞ്ഞു, അതെ അവള് വരുന്നുണ്ട് അവന്തിക, ഞാൻ കോള് കട്ട് ചെയ്യാന്ന് പറഞ്ഞ് പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. അവന്തിക വന്നിട്ട് ചോദിച്ചു, അനിയേട്ട ആരെ വിളിച്ചോണ്ടിരുന്നേ? ആ നന്ദുവിനെയാണോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ അനി ചോദിച്ചു, അല്ല നിനക്കത് മാത്രമേ പറയാനുള്ളോ? അല്ല, ഞാൻ വരുന്ന കണ്ടപ്പോ തന്നെ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു, അല്ലെങ്കിൽ പിന്നെ അനിയേട്ടൻ കോള് കട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതെന്താ? എനിക്ക് കോള് കട്ട് ചെയ്തുകൂടെ? സംസാരിച്ചു കഴിയുമ്പോൾ ഞാൻ കോള് കട്ട് ചെയ്യും. എനിക്ക് വിളിക്കാനായിട്ട് അവള് മാത്രമുള്ളോ? അല്ല, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? അതെ, എനിക്ക് അനിയന്റെ അടുത്ത് അല്പം ഇരുന്ന് സംസാരിക്കണം എന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നേ, അല്പസമയം ചെലവഴിക്കാന്ന് കരുതിയിട്ട്. അത് കേട്ടപ്പോ അനി പറഞ്ഞു, അതെ ഇപ്പൊ എന്താണെങ്കിലും നീ എന്റെ അടുത്തിരുന്ന് സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. അതെന്താ? അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് നീ എന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. നീ നിന്റെ മനസ്സ് തുറന്ന് എന്റെ അടുത്ത്, എനിക്ക് എന്താണെങ്കിലും അങ്ങനെ ഒരു ബന്ധത്തിന് താല്പര്യമില്ല, നീയുമായിട്ട് വിവാഹത്തിനുള്ള അത് നിന്നോട് ഞാൻ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴേക്കും അവൻ ചോദിച്ചു, നന്ദു ആണോ കാരണം? അവള് കാരണമാണോന്ന് ചോദിച്ചു. ദേ, വെറുതെ നന്ദുവിന് ഇതിനകത്തേക്ക് വലിച്ചിടേണ്ട കാര്യമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ പറ്റില്ല. ആ നവീനുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചോണ്ടല്ലേ നീ എന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചേ. എനിക്ക് എന്താണെങ്കിലും അങ്ങനെ നിന്നെ കാണാൻ പറ്റില്ല. നിന്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ കാണുന്ന നിന്റെ ഒരു പെങ്ങളുടെ സ്ഥാനത്താ കണ്ടിരിക്കണേ. അതെ അനിയേട്ട, ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും സമ്മതമാണ് നമ്മുടെ തമ്മിലുള്ള വിവാഹത്തിന്. ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞല്ലോ. നീയാ വൃത്തികെട്ടവൻ അബിയുടെ പെങ്ങളാണല്ലോ. അതും പറഞ്ഞിട്ട് എനിക്ക് അബിയേട്ടന്റെയോ അല്ലെങ്കിൽ അമ്മയുടെ സ്വഭാവം അല്ലെന്ന് ഇപ്പൊ അനിയേട്ടന് മനസ്സിലായി കാണുമല്ലോ. അതെ, നിനക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൂട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അനാമിക എന്ന് പറയുന്നതോടെ ഒരുത്തിയെ തലയെ കയറ്റിയിട്ട് ഞാൻ അനുഭവിച്ച വേദന എനിക്ക് എന്താണെന്നറിയാം. ഇനി ഒരു പരീക്ഷണത്തിനും ഞാൻ തയ്യാറല്ല. അപ്പോഴേക്കും അവധി പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് അനിയേട്ടൻ മാത്രമായിരിക്കും. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അനിയേട്ടനെ ആയിരിക്കും. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കത്തില്ല. അതും പറഞ്ഞ് അവന്തിക എങ്ങോട്ട് പോയി. എനിക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്തിക നേരെ കനക എന്നെ ഫോൺ ചെയ്യുവാണ്. കനക കോൾ എടുത്തിട്ട് ഹലോ പറഞ്ഞു കഴിയുമ്പത്തേനും, അമ്മേ ഞാനാ അവന്തിക. ആ മോളോ, എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങള്? അല്ല, അമ്മയ്ക്കറിയാലോ എന്റെ അനിയന്റെയും കൂടെ വിവാഹം പറഞ്ഞു വെച്ചിരിക്കുക. ആ നല്ലൊരു കാര്യല്ലേ, ഒരു സന്തോഷമുള്ളൊരു കാര്യല്ലേ, എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കട്ടെ. കനക അത് പറഞ്ഞു കഴിഞ്ഞപ്പം അവധി പറഞ്ഞു, അമ്മേ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോഴും അനിയേട്ടന്റെ മനസ്സിൽ നന്ദു ആണെന്നൊരു സംശയമുണ്ട്. അവര് തമ്മിൽ അടുപ്പമുണ്ടോന്ന്. അങ്ങനെയൊന്നും ഇല്ല മോളെ, അവര് തമ്മിൽ അടുപ്പമില്ല. ഇനിയിപ്പോ ഉണ്ടെങ്കിൽ പോലും ആ ബന്ധം നടക്കാൻ പോകുന്നില്ല. മോള് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. അല്ല, അത് പിന്നെ മോളെന്തിനാ വിഷമിക്കണേ? മോള് ധൈര്യമായിട്ടിരിക്കുക. അല്ലമ്മേ, അതല്ല, അനിയേട്ടനും നന്ദുവും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് അത് പിന്നെ അവര് ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് കണ്ട് സംസാരിക്കുന്നതായിരിക്കും. ഇനി അങ്ങനെ കണ്ട് സംസാരിച്ചാൽ കൂടി മോളാന്നും കാര്യമായിട്ട് എടുക്കണ്ട. അവര് തമ്മിൽ ഒന്നിക്കാനൊന്നും പോകുന്നില്ല, അല്ലെങ്കിലും അങ്ങനെ ഒരു ബന്ധമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് അവന്റെ കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും അവിടേക്ക് വന്നിട്ട് ഗോവിന്ദൻ ചോദിച്ചു, എന്താ കാര്യം? പിന്നീട് കാര്യം പറയാണ്. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, ചിലപ്പോൾ എനിക്ക് താല്പര്യമില്ലാത്ത ഇത്രയും കാലം അവിടെ കഴിഞ്ഞിരുന്നല്ലേ, അപ്പൊ പെങ്ങളെ പോലെ കണ്ടിട്ട് പെട്ടെന്നൊരു ദിവസം മാറ്റി ചിന്തിക്കാണ്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതെന്ത് തന്നെയാണെങ്കിലും ശരി ഗോവിന്ദേട്ടാ, നമ്മുടെ മോള് കാരണം ആ വിവാഹം മുടങ്ങാൻ പാടില്ല. അവൾ എന്നോട് ഈ കാര്യം വിളിച്ചു പറഞ്ഞെങ്കിൽ അവൾക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടായിരിക്കുമല്ലോ. ഗോവിന്ദനൊരു കാര്യം ചെയ്യണം, നന്ദുവിനെ ഒന്ന് കാര്യമായിട്ട് ഉപദേശിക്കണം. ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് പുല്ല് വിലയാ. ഗോവിന്ദേട്ടൻ പറഞ്ഞാൽ മതി. ഞാൻ എന്തെന്നും പറഞ്ഞ് അവളെ ചെന്ന് ഉപദേശിക്കുന്നേ. അതെ, ആ അനിയുമായിട്ട് അധികം കറക്കവും കാര്യങ്ങളൊന്നും വേണ്ടാന്ന്. ഇനിയിപ്പൊ കല്യാണം കഴിയുന്നോടം വരെ അവര് തമ്മിൽ കാണുക പോലും വേണ്ട, മിണ്ടുക പോലും ചെയ്യണമെന്ന് ഗോവിന്ദേട്ടൻ അങ്ങോട്ട് പറഞ്ഞേക്കണം. വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ? നാം അനിയുടെ അവന്തിയുടെ കല്യാണം നടക്കുവാണെങ്കിൽ നല്ല കാര്യമല്ലേ, നമ്മുടെ നന്ദു രക്ഷപ്പെട്ടു പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കനകയെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഗോവിന്ദൻ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് അഭി ഫോൺ ചെയ്യുവാണ്. അല്ല, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലെ? ഇനി അതിനൊരു വ്യത്യാസമില്ല. ഇല്ല, വ്യത്യാസമില്ല. അങ്ങേ തളിക്കുന്നത് ഇങ്ങനെ പറയുന്ന സമയത്ത് അഭി പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടത്തണം. ആ സമയത്താണ് നവ്യ എങ്ങോട്ടേക്ക് വരുന്നത്. നവ്യ ഈ സംസാരം കേട്ടു. നവ്യ പെട്ടെന്ന് എന്ത് ചെയ്തു, അവിടെ നിന്ന് മാറിപ്പോയി മുറി പോയിരിക്കുകയാണ്. അങ്ങനെ അബി ഫോൺ ചെയ്തിട്ട് നേരെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ നബിയോട് നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? അല്ല അബി, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ആ നന്ദുവിനെ പറ്റിയേ. അവളെ കുറിച്ചാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. അല്ല, അന്ന്
അബിയെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോയി ലോക്കപ്പിലിട്ട് ഇടിച്ചില്ലേ, അതൊക്കെ എന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ മായുമായിരുന്നു. അപ്പൊ അബിയുടെ മനസ്സറിയാൻ വേണ്ടിയിട്ടാണ് നബി ഇങ്ങനെയൊക്കെ പറയണേ. അത് കേട്ട് കഴിഞ്ഞപ്പോ നബിയോട് അബി പറഞ്ഞു, അവൾക്കുട്ടുള്ള പണി അധികം വൈകാതെ തന്നെ കൊടുക്കും. അവളിപ്പോ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, ഏൻ ജ്വല്ലറി റെയ്ഡ് നടത്തിയിരിക്കുന്നു, അതാ ഇത് എന്ന് വേണ്ട, അവളുടെ കാര്യത്തിലൊരു തീരുമാനമായി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നടപ്പാക്കണം. അല്ല, നീ ഞങ്ങളോടൊപ്പം നിൽക്കുവോ നബിയെ? അബി അത് ചോദിച്ചു കഴിഞ്ഞപ്പോ നബി പറഞ്ഞു, അതെന്താ അബി ഇങ്ങനെ ഒരു ചോദ്യം? എന്ത് വേണം എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാം. അല്ലെങ്കിലും അവള് കാരണം എനിക്ക് ഒരിക്കലെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടില്ല. അവൾക്കിട്ടുള്ള പണി കൊടുക്കാനായിട്ട് ഞാനും കൂടെ നിൽക്കാന്ന് പറഞ്ഞു. അബി പറഞ്ഞു, ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയതാ എൻ്റെ ഒരു ഭാഗ്യം, അല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്തേനം. പക്ഷെ അബി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നബി ഇങ്ങനെ മനസ്സിൽ പറയണ, എടാ എൻ്റെ അനുജത്തിക്ക് ഒരു പോറല് പോലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? പക്ഷെ ഉണ്ടല്ലോ, നീയല്ല, നിന്റെ എതിരെ കൊമ്പത്തുള്ള ആള് വന്നാലും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നവി അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് നന്ദു റെഡിയായിട്ട് പുറത്തപ്പം ഇന്നാണ് അനിയുമായിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. അവര് പുറത്തൊന്ന് കറങ്ങാൻ പോവാന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ റെഡിയായിട്ട് വരുമ്പോഴത്തേനും കനക ചോദിച്ചു, അല്ല നീ മീറ്റിങ്ങിന് തന്നെയാണോ പോകുന്നേ? അപ്പൊ കനകയോടൊക്കെ കള്ളത്തരം പറഞ്ഞിരിക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ടെന്നാ. എന്താമ്മേ, അമ്മയ്ക്ക് സംശയമുണ്ടോ? അമ്മ ഒരു കാര്യം ചെയ്യാ, എന്റെ പിന്നാലെ പോരെ, ആ പോലീസ് കളപ്പിൽ വരെ പോരെ, മീറ്റിംഗ് ഉണ്ടോല്ലെന്ന് അറിയാലോ, എന്നിട്ട് തിരികെ പോന്നാ മതി. നന്ദൂട്ട, ഞാൻ എങ്ങും വരുന്നൊന്നുമില്ല, നിന്നെ അങ്ങനെ സംശയം ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷെ ഇന്നലെ ആ പെങ്കൊച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു അവന്തിക. എന്നിട്ടോ ഇപ്പൊ നീയും അനിയും തമ്മിൽ അടുപ്പമുണ്ട്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടെന്നൊക്കെ അവള് പറയണേ. ഓഹ് എന്റെ അമ്മ, അവൾക്ക് തലയ്ക്ക് ഭ്രാന്ത, അവൾക്ക് സംശയരോഗ, അവൾ ഓരോന്ന് മനസ്സിലിങ്ങനെ ഇട്ടിട്ട് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക. അമ്മ അതൊക്കെ വിശ്വസിച്ചോ? അതെ, ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല, എന്നാലും എന്റെ മനസ്സിൽ എവിടെയോ ഒരു കരട് ഉടക്കിയിട്ടുണ്ട്. എന്ത് ചെയ്യാനാ? ആ ബന്ധം എന്താണെന്ന് നടക്കണം. ഒരു കാരണവശാലും നന്ദു, നിന്റെ മനസ്സിൽ അനിയുണ്ടെങ്കിൽ നീ അതങ്ങ് എടുത്ത് കളഞ്ഞേരെ. എന്റെ അമ്മ എന്നെ ഇങ്ങനെ പറയണേ, എന്റെ മനസ്സിൽ അനിയൊന്നുമില്ല. ആ, ഇല്ലാതിരുന്നാ മതി, അറിയാലോ. നിന്റെ 2 ചേച്ചിമാരെ അനന്തപുരിയിലേക്ക് കെട്ടിച്ചുവിട്ടിയപ്പോൾ ലോട്ടറി അടിച്ചെന്ന് കരുതി ഇരുന്നവളാ ഞാന്. പക്ഷെ നായന മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി. അന്ന് അവ്യെന്ന് പറയുന്നവൾക്ക് ഇല്ലതാനും. പക്ഷെ അവളുടെ അഹങ്കാരം പ്രവൃത്തികൾ അങ്ങനെയൊന്നും അല്ല. ഇനി 3ാമത് എൻ്റെ ഒരു മോളെ കൂടി അങ്ങോട്ടേക്ക് അയക്കാൻ എനിക്ക് ഒരുക്കുമല്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീ ആയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത്. പിന്നെ ആ മൂർത്തി മുത്തശ്ശനൊക്കെ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, നിന്റെ കല്യാണം നടത്തുവാണെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഒരു ആലോചന വരുവാണെങ്കിൽ അവർ മുന്നിട്ടിറങ്ങി നടത്തിക്കോളാന്ന്. അതെല്ലാം കേട്ടിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട, എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മാത്രം മതി, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചോണ്ട് നന്ദു പെട്ടെന്ന് അങ്ങോട്ട് പോയി. കനകയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. നന്ദു ഇനിയിപ്പോൾ വേറെന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നതാണോ എന്നൊരു ചിന്തയൊക്കെയാണ് കനകയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അനി പുറത്തേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും അവന്തിക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു താഴെ. അവന്തി ചോദിച്ചു, അനിയേട്ടൻ എങ്ങോട്ട് പോവാ? ഞാനൊന്ന് പുറത്ത് പോവാ, ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട്. എങ്കിൽ ഞാനും കൂടെ വരട്ടെ? എന്തിന്? അല്ല, അനിയേട്ടനോടൊപ്പം. ദേവന്തികെ, എനിക്കിഷ്ടമില്ല നീ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നേ. എനിക്ക് 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് കൂടെ, പിന്നെ അതിനുശേഷം 1-2 മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. അതിന് സൺഡേ എന്ത് മീറ്റിംഗാ? ഇന്ന് ഷോപ്പ് തുറക്കത്തില്ലല്ലോ. ആര് പറഞ്ഞു ഷോപ്പ് തുറക്കത്തില്ലെന്ന്? എല്ലാ ഷോപ്പൊന്നും തുറക്കത്തില്ലെന്നല്ലേ ഉള്ളൂ, ചില ബ്രാഞ്ചസ് ഒക്കെ നമ്മുടെ ഓപ്പൺ ആന്ന് പറഞ്ഞു. എന്നാലും വരികേട്ടാ, ഞാനും കൂടെ വരാം. അത് കേട്ടപ്പോൾ അനി പറഞ്ഞു, നീ എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നേ? നിനക്ക് പോകണമെങ്കിൽ നിന്റെ ഫ്രണ്ട്സിനോടൊപ്പം പോയിക്കൂടെ? എനിക്കിഷ്ടമില്ലാത്ത കാര്യമാ, ഞാൻ റിലാക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന, എൻ്റെ പിന്നാലെ ഇങ്ങനെ വരേണ്ട കാര്യമൊന്നുമില്ല. ദേവന്തികെ, എനിക്ക് നിന്നോട് ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ മുമ്പുണ്ടായിരുന്നു, നീ ആയിട്ട് അത് ഇല്ലാതാക്കരുത്. നിന്നെ ഞാൻ ആ രീതിക്ക് കാണുന്നില്ലെന്ന് എന്നോട് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, അനിയേട്ടാ, നമ്മുടെ 2 പേരുടെയും വിവാഹം പറഞ്ഞു വെച്ചിരിക്കുക വീട്ടിലുള്ളവര്. ആയിക്കോട്ടെ, എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ കാര്യം ഇത്. എനിക്ക് നിന്നെ അങ്ങനെ കാണാനും കഴിയില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നീ എന്നെ ശല്യപ്പെടുത്താതിരിക്കുക. നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തൊരു ബന്ധം അത് എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാതിരിക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. ചില വീട്ടുകാരുണ്ട്, പെൺകുട്ടിയുടെ ഇഷ്ടം പോലും നോക്കത്തില്ല, അവരങ്ങോട്ട് കല്യാണം ഉറപ്പിക്കും. എന്നിട്ടോ ഒടുവിൽ ആ ബന്ധം തകർന്നു പോകും. ഇപ്പം ഇവിടെ അതുപോലെയൊക്കെ തന്നെയാണ്. എനിക്കിഷ്ടമില്ലാത്തൊരു ബന്ധമാണ് നീയുമായിട്ടുള്ളത്. നിന്നെ എനിക്ക് അങ്ങനെ കാണാനൊന്നും സാധിക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി എന്നെ വെറുതെ നിർബന്ധിക്കരുത്. അതും പറഞ്ഞിട്ട് അനി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അവന്തിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് അബിയുടെ വരവ്. അബി വന്നു കഴിഞ്ഞപ്പോൾ അവന്തിയെ പറഞ്ഞു, അനിയേട്ടന് ഒരുങ്ങി ഇറങ്ങി പോയിട്ടുണ്ട്. ആ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവളെ കാണാൻ വേണ്ടി പോയതായിരിക്കും, ആ നന്ദുവിനെ. അതെനിക്ക് സംശയമുണ്ട് അബിയേട്ടാ. നീ വിഷമിക്കണ്ടേ മോളെ, ഉറപ്പായിട്ടും അനിയെ നിനക്ക് തന്നെ കിട്ടും, അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ആ നവ്യ എന്ന് പറയുന്നവരുണ്ടല്ലോ, നന്ദുവിന്റെ ചേച്ചി, അവൾ നമുക്ക് ഫുൾ സപ്പോർട്ടാ.
ഈ പറയുന്ന നന്ദുവിന് എന്ത് സംഭവിച്ചാലും അവളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണീര് വരില്ല. അവൾക്ക് അത്രയ്ക്ക് വെറുപ്പാ നന്ദു എന്ന് പറയുന്നവളെ. മോള് പേടിക്കൊന്നും വേണ്ട. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. പിന്നെ നവ്യ നമ്മുടെ കൂടെ ഇല്ലേ? ദേ അഭിയേട്ടാ, നവ്യൊക്കെ മാറാനായിട്ട് 1 മിനിറ്റ് മതി, അറിയാലോ. ചന്തു എന്ന് പറയുന്ന ഒരു കൊച്ചുകൂടി ഉള്ളിടത്തോളം കാലം അഭിയേട്ടനൊരു നിലനിൽപ്പില്ല. അവളിപ്പം എവിടെയാ എന്താന്നും അറിയത്തില്ല. അപ്പോഴേക്കും അഭി പറഞ്ഞു, അവൾ അനഘയുടെ അടുത്തായിരിക്കും. അനഘ എവിടെയാന്ന് പോലും അറിയില്ല. അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുവല്ലേ. സാരമില്ല, ആദ്യം നന്ദു, അതിനുശേഷം അനഘ, പിന്നീട് ആദർശ. അങ്ങനെയാണ് എൻ്റെ കണക്കൂട്ടലുകൾ. 3 പേരെയും തീർക്കണം. അച്ഛന് ഉറപ്പ് വന്നിട്ടുണ്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്ന്. ഇത് കേട്ടപ്പോൾ അവന്തി പറഞ്ഞു, അത് ശരിയാ, നല്ലൊരു കാര്യം തന്നെയാ. പക്ഷെ അനിയേട്ടന്റെ കാര്യം ഓർത്തിട്ട് നീ വിഷമിക്കൊന്നും വേണ്ട. അനി നിന്റെ കഴുത്തിൽ താലി അർത്തിയാ പോരെ. ഒന്നുമല്ലേലും മൂർത്തി ജ്വല്ലറിയുടെ MD അല്ലേ അവന്. അതെ, അത് മാത്രം എൻ്റെ ഒരു പ്രതീക്ഷ. അനിയേട്ടൻ താലി അർത്തുന്നുള്ള പ്രതീക്ഷയില ഞാനിരിക്കുന്നത്. എങ്ങാനും മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ അഭി സമാധാനിപ്പിച്ച് അവിടെ നിന്ന് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അഭി മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വന്നിട്ട് നബിയോട് പറഞ്ഞു, ഒരുത്തനോടൊന്ന് ഒരുങ്ങിക്കെട്ടി പോയിട്ടുണ്ട്. അവളെ കാണാനാന്ന് തോന്നുന്നത്, ആ നന്ദു എന്ന് പറയുന്നവളെ. അങ്ങനെ എങ്ങാനും ഇന്ന് അവര് കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവളുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവും. ഇനി അവള് ജീവനോടെ ഉണ്ടാകത്തില്ല. അപ്പോഴേക്കും നവി പതുക്കെ എഴുന്നേറ്റു. നവി ചോദിച്ചു, എന്താടാ കാര്യം? കാര്യം എന്താന്നോ, അവന്തിക്ക് അനിയും തമ്മിലുള്ള കല്യാണം പറഞ്ഞു വെച്ചിരിക്കാന്നറിയാലോ. എന്നിട്ടും അവൻ അവളോടൊപ്പം ചുറ്റാൻ പോയിട്ടുണ്ടെങ്കിൽ, നന്ദുവിനോടൊപ്പം ചുറ്റാൻ പോയിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലില്ല, അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായി. അപ്പോഴേക്കും നബി പറഞ്ഞു, എന്ത് വെള്ളം കാണിച്ചോ, എനിക്ക് ഇതിനകത്ത് യാതൊരു ഭംഗമില്ലാന്ന് പറഞ്ഞു. നബിയെ, നീ ഞങ്ങളോടൊപ്പം നിൽക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം അല്ലേ. എന്റെ വീട്ടുകാരെ പോലും വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ നിന്നോടൊപ്പം ചേർന്നിരിക്കുമല്ലേടാ. എനിക്കറിയാം, എന്റെ വീട്ടുകാർ പോലും എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോ ഇനിയിപ്പം ഞാൻ അവരെ ഉൾക്കൊള്ളുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അബി പറഞ്ഞു, അതാ എൻ്റെ ഒരു സമാധാനം. ആ നന്ദു എന്ന് പറയുന്നവള് കാരണം വല്ലാത്തൊരു നഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നേ. പക്ഷെ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഡേവിഡ് സാറിനെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നേ. അപ്പൊ ഇതിന് മുകളിലുള്ള മാനേജ്മെന്റ് വെറുതെ ഇരിക്കുമോ? ഒരിക്കലും ഇല്ല. നന്ദുവിനിട്ട് പണി കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോഴേക്കും നവി ആലോചിച്ചു, മാനേജ്മെന്റ്, ഓഹോ, അപ്പൊ അതാരാ എന്താന്ന് അറിയേണ്ടത്. ഇവന്റെ നാവിൽ നിന്ന് തന്നെ അത് അറിയണം. പക്ഷെ ഇപ്പൊ അത് കുത്തി കുത്തി ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംശയമാവും. ആ സമയം നവി പറഞ്ഞു, അതെന്തേലും ആയിക്കോട്ടെ, അവൾ എന്തേലും ചെയ്താൽ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ വേണം. പിന്നെ നീ പ്രശ്നം ഉണ്ടെന്ന് പറയരുത്. ഞാൻ എന്തിനാണ് അങ്ങനെ പറയണേ? അവളുടെ കാര്യത്തിൽ അന്ന് ഒരു തീരുമാനമായി. അവള് കുറെ കിടന്ന് അഹങ്കരിക്കുന്നേ. ഇനി അവള് തല പൊക്കില്ല. തല പൊക്കാത്ത രീതിയിൽ അവൾക്കൊട്ടുള്ള പടി ആൾക്കാർ കൊടുത്തോളും. അതധികം വൈകാതെ അവൾക്ക് കിട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അബി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. നബിക്ക് ടെൻഷനായി. നബി പെട്ടെന്ന് നബിതയെ വിളിച്ചു. നബിതയെ വിളിച്ചിട്ട് പറഞ്ഞു, നബിതേ, നീ ഒരു കാര്യം ചെയ്യണം. എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് നന്ദു അവിടെ ഉണ്ടോന്ന് അന്വേഷിക്കണം. അതെന്തിനാ? നീ വിളിച്ച് ചോദിക്ക്, എന്നിട്ട് എന്നോട് വിവരം പറ. അങ്ങനെ നമിത കനകയുടെ ഫോണിലേക്ക് വിളിച്ചു. കനകയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല അവിടെ നന്ദുമാടം ഉണ്ടോ? ഇല്ലല്ലോ, പുറത്തു പോയേക്കുക. ആരാ? അത് പിന്നെ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കേട്ടപ്പോൾ കനക പറഞ്ഞു, ഇല്ല, പുറത്ത് പോയേക്കുക. എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമിത കോള് കട്ട് ചെയ്തു. അതിനുശേഷം നമിത നവ്യയെ വിളിച്ചിട്ട് കാര്യം പറയാണ്. നന്ദു വീട്ടിലില്ല, നന്ദു പുറത്തേക്ക് പോയെന്ന്. എന്താടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. വല്ലാത്തൊരു ടെൻഷനായി പോയി നവ്യയ്ക്ക്. നന്ദുവിന് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സെന്നറിയും. പിന്നീട് കുറച്ച് സമയം നവ്യ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. അതിനുശേഷം വീണ്ടും നമിതയെ വിളിക്കുകയാണ്. നമിതയെ വിളിച്ചിട്ട് പറഞ്ഞു, നമിത, നീ ഒരു കാര്യം ചെയ്യണം. അനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഒന്ന് ഫോളോ ചെയ്യണം. ഒരു പക്ഷേ നന്ദു അനിയെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അത് അപകടമാണോ എന്നറിയില്ല. അങ്ങനെ നമിതയോട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമിത ശരിയെന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നന്ദു അനിയും കൂടെ കണ്ടുമുട്ടുവാണ്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട്. അമ്മയോടൊരു കള്ളത്തരമൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നേ. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. അല്ല, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? അതെ, ഇങ്ങനെ നീണ്ട് വിശാലമായിട്ട് കിടക്കുമല്ലേ ലോകം, നമുക്ക് എങ്ങോട്ടാ പോകാൻ പറ്റാത്തേ. കല്യാണത്തിന് മുമ്പുള്ള ഒരു റിഹേഴ്സൽ ഏത്? റിഹേഴ്സലോ? അതേനെ, ഒളിച്ചോടാനായിട്ടെ. അയ്യടാ, ഞാൻ ഒളിച്ചോടത്തൊന്നുമില്ല. ഇതൊക്കെ നീ ഇപ്പൊ പറയും. നമുക്ക് വേറെ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഒളിച്ചോടേണ്ട വരത്തില്ലേ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അനി അങ്ങനെയും ചിന്തിക്കുക പോലും ചെയ്തേക്കരുത് കേട്ടോ. അമ്മയ്ക്കാണ് 100 സംശയമുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മ എന്നോട് ചോദിക്കുക, ഇനിയിപ്പൊ അനിയുടെ കൂടെ കറങ്ങാൻ പോവാണെന്നൊക്കെ. ഞാൻ എങ്ങനെയൊക്കെ കള്ളത്തരം പറഞ്ഞെന്നറിയോ ഒന്ന് പോകുന്നത്. എടി, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. നീ ധൈര്യമായിട്ടിരിക്കുക. എങ്കിൽ ശരി, നമുക്ക് പോയാലോ? പോവാന്ന് പറഞ്ഞു. കാറിൽ കയറാൻ പോയപ്പോഴത്തേനും അനി പറഞ്ഞു, കാറില്ല, നമുക്ക് സ്കൂട്ടിക്ക് പോയാൽ മതി. എടാ, അതിന് ഒരു ഹെൽമെറ്റേ ഉള്ളൂ.
ഞാനൊരു ഹെൽമെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അതിന്റെ സുഖം ഒന്ന് വേറെയാ, കാറിന് പോയാൽ സുഖം കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ പോവാണ്. കുറെ സമയം പിന്നെ അവര് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അനി നന്ദുവിനോട് പറഞ്ഞു, ഇത്ര സമയം നമ്മൾ ചെലവഴിക്കുന്ന ആദ്യമായിട്ടല്ലേ, ഇതിനു മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു സമയമൊന്നും കിട്ടിയിട്ടില്ലോ. അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അത് ശരിയാ, നമുക്കിനി പോയാലോ, കുറെ സമയമായില്ലേ. അമ്മയ്ക്കല്ലേ തന്നെ സംശയം, ഇനി താമസം വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സംശയം തോന്നും. എടി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, നീ ധൈര്യമായിട്ടിരിക്കുക, പിന്നെ സംശയമൊക്കെ സ്വാഭാവികമാണ്. അപ്പോഴേക്കും നന്ദു പറഞ്ഞ, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, അവന്തിക എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അവന്തിക അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയോ? അതെ, അമ്മയെ വിളിച്ചിട്ട് നമ്മൾ രണ്ടുപേരും ഇപ്പൊ കാണാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. എടി അവൾക്ക് മുഴുത്ത ഭ്രാന്ത. അവൾക്കാണെങ്കിൽ എപ്പോഴും സംശയമാ. അല്ലെങ്കിലും എനിക്ക് അവളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നൊന്നും തോന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? മാറ്റം വന്നിട്ടുണ്ടായിരുന്നെങ്കിലേ ഞാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ അവൾ ഒഴിഞ്ഞു പോകണ്ടല്ലേ. ഇത് ആ അബിയുടെയും അപ്പച്ചിയുടെ ഒക്കെ സ്വഭാവം അവൾക്ക്. അവൾ അയർലൻഡിലേക്ക് മുമ്പ് പോകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അവളുടെ സ്വഭാവം? ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാന്ന് തോന്നേ. പക്ഷെ അതൊക്കെ മൂടി വെച്ചിരിക്കുവാണോന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഞാൻ വഴിയില്ലടാ. ഇപ്പൊ ഈ നയനേച്ചിക്കാണെങ്കിലും ആദർശേട്ടനാണെങ്കിലും അവളെ കുറിച്ച് നല്ല മതിപ്പാണല്ലോ. അതൊക്കെ ശരി തന്നെയാ. അവൾ എല്ലാരും കയ്യിലെടുക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലാവരോടും അവൾ ഫോഴ്സ് ചെയ്ത് പറയുന്നുണ്ട് എന്നെ വിവാഹം കഴിക്കണമെന്ന്. അതൊക്കെ ഓർത്തിട്ടാ എനിക്ക് ദേഷ്യം വരുന്നേ. നീ അന്ന് ഓർത്ത് വിഷമിക്കണ്ട, ഇനി എല്ലാം ശരിയാവും. പിന്നെ എല്ലാം ശരിയാവും. നന്ദു പറഞ്ഞു, നമ്മളോടൊപ്പം ആരുമില്ലല്ലോ, ആദർശേട്ടൻ നയനേച്ചിയും കൂടെ എങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഒരു സമാധാനമായനും. പക്ഷെ ഇപ്പം ആരുമില്ലെങ്കിലും നമ്മൾ ഒന്നാവാനുള്ളവരാണെങ്കിൽ ഒന്നാവും എന്നൊക്കെ പറഞ്ഞ് അനി സമാധാനിപ്പിച്ചു. അങ്ങനെ അവര് തിരികെ പോരുവാണ്. പിന്നെ കാറ് കിടക്കുന്നിടത്തേക്ക് വന്നിട്ട് സ്കൂട്ടി നിർത്തിയിട്ട് അനി പറഞ്ഞു, എങ്കിൽ ശരി, നമുക്കിനി അടുത്ത ട്രിപ്പിന് കാണാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദി ചോദിച്ചു, അടുത്ത ട്രിപ്പോ? അല്ല, അടുത്ത ആഴ്ച വേണമെന്ന് പറയുന്നില്ല, എങ്കിലും ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പോകണം. ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സംശയം തോന്നും. എനിക്ക് ലീവ് പോലും ഇല്ല. എടി, നിനക്ക് സൺഡേയിൽ ഇടയ്ക്ക് ലീവ് കിട്ടുമല്ലോ, അപ്പം മതി. എപ്പോഴും ഞാൻ പോണെന്ന് പറയുന്നില്ല. ഇന്ന് പോയതുപോലെ ഇടയ്ക്കൊരു ട്രിപ്പ് പോകണം, മനസ്സിന് റിലാക്സ് വരണ്ടേ. നമുക്ക് അടിച്ചു പൊളിച്ച് പോയിട്ട് വരാന്നേ. എടാ, നീ ഇതൊക്കെ പറയും, എന്റെ ടെൻഷൻ എനിക്കേ അറിയുള്ളൂ. ഇപ്പൊ തന്നെ എന്തൊക്കെ കള്ളത്തര പറഞ്ഞിരിക്കുന്നറിയാവോ? എങ്ങാനും പിടി കൂടിയിട്ടുണ്ടെ അതോടുകൂടി തീർന്നു. എന്റെ ജീവിതം നിന്റെ ജീവിതം. എന്റെ ജീവിതം എങ്ങനെ തീരാനാ? തീരത്തൊന്നുമില്ല. ആരെങ്കിലും പിടികൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെയും വിളിച്ചോണ്ടൊരു പോക്കം കൂടെ പോവും. പിന്നെ അറിയാലോ, നമ്മൾ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ടോ തിരിച്ചു വരാൻ പോകുന്നുള്ളൂ. എടാ, അതിന് നിന്റെ വീട്ടുകാർ സമ്മതിക്കുമോ? നിന്റെ അമ്മയ്ക്ക് ഒരിക്കലും സമ്മതമല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അമ്മയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഭേദം. ഞാൻ എം ഡി ആയതിനു ശേഷം എം ഡിയുടെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പത്രാസ് കാണിച്ച നടക്കുന്നേ. അമ്മയുടെ മനസ്സിൽ ആഗ്രഹം ആദർശേട്ടൻ തിരികെ വരില്ലെന്നാ. ഇനി വന്നാൽ പോലും എം ഡി കസാര ആദർശേട്ടന് കിട്ടില്ല എന്ന് അമ്മ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു അമ്മ എൻ്റെ അമ്മ. അതുകൊണ്ട് അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയുടെ സ്വഭാവം അങ്ങനെയാ. അമ്മ സമ്മതിച്ചിട്ട് നമ്മുടെ വിവാഹം നടക്കാനും പോകുന്നില്ല. പിന്നെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല മാർഗം ഒളിച്ചോടുക എന്നുള്ളതാണ്. അതാകുമ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതിനുശേഷം വരുവാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ അവരുടെയൊക്കെ പ്രഷറിന് ഞാൻ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. ഒടുവിൽ അവന്തികയുടെ കഴുത്ത് താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ അനാമയ്ക്ക് സംഭവിച്ച അതുപോലെ തന്നെയായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ നന്ദു? ഒടുവിൽ നന്ദു പറഞ്ഞു, എങ്കിൽ ശരി, നീ വിട്ടോ, ഞാൻ പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അനി അങ്ങോട്ട് പോയി. നന്ദു തിരികെ വീട്ടിലേക്ക് പോരുവാണ്. അങ്ങനെ നന്ദു പോരണ സമയത്താണ് നന്ദുവിന്റെ അടുത്തേക്ക് ഒരു കാറ് വന്നിട്ട് ഇടിച്ചില്ല എന്ന് പറഞ്ഞ് നിന്നെ. അതിനകത്തുനിന്ന് കുറെ ഗുണ്ടകൾ അങ്ങോട്ട് ചാടി ഇറങ്ങി. അങ്ങനെ ചാടി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന്റെ ഒരു പേടിയും തോന്നിയില്ല. നന്ദു ചോദിച്ചു, എന്താടാന്ന് ചോദിച്ചു. എന്താന്ന് കാണിച്ചാരാടിന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരും നന്ദുവിനെ അടിക്കണം. 5-6 പേരുണ്ടായിരുന്നു. നന്ദു എതിരിട്ട് നിന്നു. ഈ സമയത്ത് നമിത ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. നമിത കണ്ടു ഇത്. നമിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒടുവില് അവന്മാരെന്ത് ചെയ്തു, നന്ദുവിനെ ഇടിച്ച് ബോധം കെടുത്തിയിട്ട് എടുത്തിട്ടുകൊണ്ട് പോവാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും ആദർശ് പെട്ടെന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുമ്പോൾ നയന വെച്ചത്, എങ്ങോട്ടാ ആദർശേട്ടാ? അതെ, ആർക്കും ഒരു ആപത്തുണ്ടാവില്ലെന്ന് നീ പ്രാർത്ഥിക്കുക. ആദർശേട്ടൻ എങ്ങോട്ടാ പോന്നേ? അതൊന്നും പറയാൻ സമയമില്ല, ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം. പെട്ടെന്ന് ആദർശ് ഇറങ്ങിപ്പോയി. നയനയ്ക്ക് ടെൻഷനായി. നയന നന്ദുവിനെ വിളിച്ചു നോക്കിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ ഓർത്തിട്ട് നയന പിന്നെ വീട്ടിലേക്ക് വിളിച്ചില്ല. ഈ സമയത്ത് നവ്യ ഭയങ്കര ടെൻഷനിലായിരുന്നു. നവ്യക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. തന്റെ നന്ദുവിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്നൊരു ഭയം. ഒടുവില് നവ്യ രണ്ടും കൽപ്പിച്ച് നമിതയെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് നമിതയോട് സംസാരിക്കുന്ന സമയത്ത് നമിതയോട് പറഞ്ഞു, എന്റെ നന്ദുവിന് എന്തെങ്കിലും ആപത്ത് വരുമോ? എനിക്ക് നല്ല പേടിയുണ്ട്. ഒന്നും സംഭവിക്കില്ല. ആദർശേണ്ണൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആദർശേണ്ണൻ രക്ഷിച്ചോളും. എന്നാലും നമിതെ അടിച്ചു ബോധം കെടുത്തിയിട്ടല്ലേ നന്ദുവിനെ കൊണ്ട് പോയിരിക്കുന്നേ. അവരിനിയിപ്പം
നന്ദുവിനെ വല്ല കൊല്ലുവോ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഈ അയൺ ജ്വല്ലക്കാർ അടങ്ങിയിരിക്കില്ല. കാരണം അവരുടെ കള്ളക്കടത്ത് സ്വർണം പിടികൂടി ആ ഡേവിഡിനെ പിടിച്ച് അകത്തിട്ടിരിക്കുമല്ലേ. നീ പേടിക്കാതിരിക്കും നവ്യേ. നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? എൻ്റെ നന്ദുവിൻ്റെ ഒരു പോറൽ പോലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല നമിതേ. അതുകൊണ്ടാ എനിക്ക് നല്ല പേടിയുണ്ട്. സാരമില്ല എന്നൊക്കെ പറഞ്ഞ് നമിത നവ്യയെ ആശ്വസിപ്പിച്ചു. ഈ സമയത്ത് നന്ദുവിന് ബോധം വീണിട്ടുണ്ടായിരുന്നു. നന്ദു പതുക്കെ കണ്ണു തെളിച്ച് ചുറ്റും നോക്കുകയാണ്. അപ്പോഴേക്കും നന്ദുവിന്റെ കൈയൊക്കെ ബന്ധിച്ചിട്ടിരിക്കുക. ഈ സമയത്ത് അവളൊരു ഗുണ്ട എന്ത് ചെയ്തു, നാഗേന്ദ്രനെ വിളിക്കുകയാണ്. സാറേ, അവൾക്ക് ബോധം വന്നിട്ടുണ്ട്. ആണോ? എങ്കിൽ അവളുടെ ഇതിലേക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ആ ചെവി കൊണ്ടേ ഫോൺ വെക്ക്. അങ്ങനെ ഗുണ്ടകളുടെ അടുത്തും കൊണ്ട് ഫോൺ വെച്ചു. ആ സമയം നാഗേന്ദ്രൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ പരിചയമില്ല മോളെ. പക്ഷേങ്കിൽ നീ എൻ്റെ ജ്വല്ലറിയെയും എൻ്റെ ആൾക്കാരെ ഉപദ്രവിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടുവോ? അതുമാത്രമല്ല, വേറെ കുറെ പ്രശ്നങ്ങളും കൂടി നീ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ഞാൻ വിധിക്കുന്ന ശിക്ഷ വധശിക്ഷയാ. നീ ആരടാ? അതൊന്നും നീ തൽക്കാലത്തേക്ക് അറിയണ്ട. നിനക്ക് വധശിക്ഷയാന്ന് നീ കൂട്ടിയാ മതി. പിന്നീട് ആ ഗുണ്ടയോട് പറഞ്ഞു, അവളെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേരെ, ഇപ്പൊ തന്നെ തീർത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. നന്ദുവിന്റെ കൈയൊക്കെ ബന്ധിച്ചിരിക്കുമല്ലേ, നന്ദുവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോഴേക്കും ഒരു ഗുണ്ട കത്തിയായിട്ട് നന്ദുവിന്റെ അടുത്തേക്ക് വരുവാണ്. ആ കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, ഇനി നന്ദുവിനെ രക്ഷിക്കാനായിട്ട് ആദർശ് വരിക തന്നെ ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്ക് അനി 2-3 വട്ടം നന്ദുവിനെ വിളിക്കുന്നുണ്ട്. നന്ദുവിനെ വിളിച്ചിട്ട് നന്ദു കോൾ എടുക്കുന്നില്ല. അപ്പൊ അനി ഓർത്തോണ്ടിരിക്കുന്നത് എന്താ, അനി വിളിക്കാതിരിക്കാൻ വേണ്ടി നന്ദു ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. നന്ദുവിനൊരു വോയിസ് മെസ്സേജ് അയച്ചു, നീ എൻ്റെ മിസ് കോൾ കണ്ടു കഴിയുമ്പോൾ തിരിച്ചു വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇതൊന്നും നന്ദുവിട്ട് അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.